വചനമൊഴി ഉയർപ്പുകാലം 2-ാം ഞായർ. വചനഭാഗം ലേവ്യർ 26:1-13, യേശയ്യ 44:1-8, 1 യോഹന്നാൻ 1:1-4, യോഹന്നാന്റെ സുവിശേഷം 20:24-31. 1501 കബ്രാൾ എന്ന പോർച്ചുഗീസ് നാവികന്റെ കൂടെ യൂറോപ്പിലെത്തിയ കൊടുങ്ങല്ലൂരുകാരൻ യൗസേപ്പ് എന്ന വൈദികൻ വെനീസിൽ വെച്ച് ഇന്ത്യയെപ്പറ്റി നൽകിയ വിവരണങ്ങളടങ്ങുന്ന ഒരു ഗ്രന്ഥമാണ് ഇന്ത്യ 15-ാം നൂറ്റാണ്ടിൽ എന്നത്. 1507 ഇറ്റാലിയൻ ഭാഷയിലും 1508 ലത്തീൻ ഭാഷയിലും തുടർന്ന് വ്യത്യസ്ത യൂറോപ്യൻ ഭാഷകളിലും ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥത്തിൽ കേരള സഭയിലെ തിരുനാളുകളെ കുറിച്ച് നൽകുന്ന വിവരണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് 8-ാം ദിവസം വർഷം മുഴുവനുമുള്ള തിരുനാളുകളിൽ വലിയ തിരുനാൾ അവർ ആഘോഷിക്കുന്നു. വിശുദ്ധ തോമാസ് ലീഹ ആ ദിവസം മിശിഹായുടെ മാറിൽ തൊടുകയും അവിടുന്ന് ഒരു ഭൂതമല്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് തങ്ങൾ ആ തിരുനാൾ വലുതായി ആഘോഷിക്കുന്നുവെന്ന് അവർ പറയുന്നു. പൗരാണിക കാലം മുതൽ മാർത്തോമ്മ ക്രിസ്ത്യാനികൾ വലിയ തിരുനാൾ ആയി ആചരിച്ചിരുന്ന ഒന്നാണ് പുതുഞായർ എന്ന് വിളിക്കപ്പെടുന്ന ഉയർപ്പുകാലം 2-ാം ഞായർ. ഉത്ഥിതനായ മിശിഹായുടെ പ്രത്യക്ഷപ്പെടലുകൾ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ് ഉയർപ്പുകാലം. ഉത്ഥിതനായ മിശിഹായെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്ന അവസരമാണ് പുതുഞായർ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ആദ്യ പ്രഘോഷണത്തിൽ ദൈവവും കർത്താവുമായവനെ കുറിച്ചുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുന്നത്. മോശയിലൂടെ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെയാണ് കാണുന്നത്. ദൈവം പറയുന്നത്, ഞാനാണ് കർത്താവ്. ഹീബ്രു ഭാഷയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് യാഹ്വേ എന്നാണ്. യാഹ്വേ എന്നത് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ നാമമാണ്. ആ ദൈവമാണ് ഇസ്രായേലിനെ ഉടമ്പടിയിലൂടെ സ്വന്തമാക്കിയതും. ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ സ്വന്തമായ ഇസ്രായേലിന് തങ്ങളുടെ ദൈവത്തിന്റെ നാമമായി വെളിപ്പെടുത്തപ്പെട്ട് ലഭിച്ചത് യാഹ്വേ എന്നതാണ്. ആ നാമം ഇസ്രായേലിയർ ഉച്ചരിച്ചിരുന്നില്ല. അതിനു പകരം നാഥൻ, കർത്താവ് എന്നർത്ഥം വരുന്ന അദോണായ് എന്നാണ് അവർ ഉച്ചരിച്ചിരുന്നത്. പഴയ നിയമത്തിന്റെ POC മലയാള പരിഭാഷയിൽ കർത്താവ് എന്നെഴുതിയിരിക്കുന്നിടത്തെല്ലാം യാഹ്വേ എന്ന നാമമാണ് മൂലഭാഷയിലുള്ളത്. യാഹ്വേ എന്ന നാമത്തിന്റെ അർത്ഥം അവൻ ആയിരിക്കുന്നു എന്നാണ്. ദൈവം മോശയ്ക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് എഹിയേ അഷേർ എഹിയേ എന്നാണ്. അതിന്റെ അർത്ഥം ഞാൻ എന്തായിരിക്കുന്നുവോ അതായിരിക്കും. ദൈവം പറഞ്ഞത് മോശ ജനത്തോട് പറഞ്ഞപ്പോൾ ആയിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ യഹിയേ എന്ന് പറഞ്ഞു. യഹിയേ എന്ന വാക്കിൽ നിന്നാണ് യാഹ്വേ എന്ന നാമം ഉണ്ടാകുന്നത്. യാഹ്വേ എന്ന നാമത്തിന്റെ അർത്ഥം ആയിരിക്കുന്നവൻ എന്നാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് താൻ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് എന്നാണ് വെളിപ്പെടുത്തുന്നത്. തുടർന്ന് മോശ ദൈവത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞത് എഹിയേ അഷേർ എഹിയേ. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ എന്തായിരുന്നോ അത് ഇനിയും ആയിരിക്കും എന്നാണ് ദൈവിക വെളിപ്പെടുത്തലിന്റെ രത്നച്ചുരുക്കം. അതായത്, ഇപ്പോൾ മോശയോടുകൂടെ ആയിരിക്കുന്നവൻ പൂർവ്വപിതാക്കന്മാരോടുകൂടെ ആയിരുന്നവനും ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ഇനിയും ആകുന്നവനും ആണ്. യാഹ്വേ ഇന്നലെയും ഇന്നിന്റെയും നാളെയുടെയും ദൈവമാണ്. അവിടുന്ന് എന്നും ആയിരിക്കുന്നവനാണ്. ലേവ്യരുടെ പുസ്തകത്തിലൂടെ ഇക്കാര്യമാണ് കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് വായിക്കുന്ന വചനഭാഗത്ത് 2 പ്രാവശ്യം
ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് എടുത്തു പറയുന്നുണ്ട്. ഇത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ യാഹ്വേ, ഞാനാണ് നിങ്ങളുടെ ദൈവമായിരിക്കുന്നവൻ എന്നും വിവർത്തനം ചെയ്യാം. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ദാതാവായ ആയിരിക്കുന്നവനായ ദൈവത്തെയാണ് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ കണ്ടത്. ദൈവവും കർത്താവുമായിരിക്കുന്നവന്റെ നിയമങ്ങൾ അനുസരിച്ചും കൽപ്പനകൾ പാലിച്ചും ജീവിക്കണമെന്ന് മോശ ഇസ്രായേൽ ജനത്തെ ഓർമ്മിപ്പിക്കുന്നു. കാരണം അവിടുന്നാണ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതും ദേശത്ത് സമാധാനം സ്ഥാപിക്കുന്നതും. യാഹ്വേ എന്ന നാമത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതും അവിടുന്ന് മാത്രമാണ് ഇസ്രായേലിന്റെ ദൈവമെന്നും പ്രഖ്യാപിക്കുന്ന ദൈവവചന ഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണം. യെശയ്യാ പ്രവാചകന്റെ പേരിൽ ബൈബിളിലുള്ള പുസ്തകം 1 യെശയ്യാ 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ, 2 യെശയ്യാ 40 മുതൽ 53 വരെയുള്ള അധ്യായങ്ങൾ, 3 യെശയ്യാ 54 മുതൽ 64 വരെയുള്ള അധ്യായങ്ങൾ എന്നിങ്ങനെ 3 തിരിച്ചിരിക്കുന്നു. 1 യെശയ്യാ മിശിഹായ്ക്ക് മുൻപ് 8-ാം നൂറ്റാണ്ടിൽ ജെറുസലേമിൽ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. യൂദാ രാജാക്കന്മാരായ ഉസിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്ത് ദൗത്യം നിർവഹിച്ചയാളാണ്. ഈ രാജാക്കന്മാരെല്ലാം 8-ാം നൂറ്റാണ്ടിന്റെ 2-ാം അർദ്ധത്തിൽ ഭരണം നിർവഹിച്ചവരായിരുന്നു. പ്രവാചകന് ദൗത്യം ലഭിക്കുന്നത് ദൈവാലയത്തിൽ വെച്ചാണ്. അതാണ് ജെറുസലേം നശിപ്പിക്കപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ദൗത്യം നിർവഹിച്ചു. 2-ാം യെശയ്യായുടെ പ്രവർത്തന കാലഘട്ടം 6-ാം നൂറ്റാണ്ടാണ്. ജെറുസലേം ദൈവാലയം തകർക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. യൂദാ നിവാസികൾ ബാബിലോണിയയിലേക്ക് പോയതും അവിടെ ആയിരിക്കുന്നതും സൂചന 2-ാം യെശയ്യായിൽ കാണാം. ജെറുസലേം അധികം താമസിയാതെ പുനരുദ്ധരിക്കപ്പെടുമെന്ന് പ്രത്യാശയും 2-ാം യെശയ്യാ നൽകുന്നുണ്ട്. 3-ാം യെശയ്യാ അടിമത്തം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രത്യാശ നൽകുന്ന വചനങ്ങളാണ് 2-ാം യെശയ്യായുടെ ഭാഗമായ 44-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യം. ഇസ്രായേലിനെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിന്റെ നാമത്തിന്റെ ശക്തി ഏറ്റുപറയുകയാണ് ഇവിടെ. എന്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ എന്ന് വിളിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ മുഴുവനുമായാണ്. സൃഷ്ടാവും പരിപാലകനുമായ യാഹ്വേയാണ് ഇസ്രായേലിന്റെ ദൈവം. അവിടുന്ന് അറിയപ്പെടുന്നത് ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് എന്നാണ്. യാഹ്വേയാണ് സത്യദൈവവും ഏകദൈവവും എന്ന പ്രഘോഷണമാണ് യെശയ്യാ പ്രവാചകൻ നടത്തുന്നത്. ഉയർത്തെഴുന്നേറ്റ മിശിഹ സ്ലീഹന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെട്ട അവസരത്തിൽ തോമസ് സ്ലീഹ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. തോമസ് തിരിച്ചു വന്നപ്പോൾ മറ്റു സ്ലീഹന്മാർ മിശിഹായെ കണ്ട കാര്യം തോമസിനോട് വിവരിക്കുന്നതും മിശിഹായെ കാണണമെന്ന തോമായുടെ തീവ്രമായ ആഗ്രഹവും തോമസിന് 8-ാം ദിവസം മിശിഹ പ്രത്യക്ഷപ്പെടുന്നതുമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നത്. തോമസ് സ്ലീഹ വന്നപ്പോൾ മറ്റ് ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്നാണ്. ഉത്ഥിതനായ മിശിഹായെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവും ദൈവവുമായി അവിടുത്തെ സ്ലീഹ ഏറ്റുപറയുകയാണ്. പഴയ നിയമ വായനകളിൽ ദൈവത്തെ വിളിക്കുവാൻ ഉപയോഗിച്ചിരുന്ന കർത്താവും ദൈവവും എന്ന വാക്കാണ് ഈശോയെ വിളിക്കുന്നതിന് തോമസ് സ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത്. മിശിഹായിൽ ദൈവിക വെളിപ്പെടുത്തലുകൾ അതിന്റെ പൂർണ്ണതയിലുണ്ട് എന്നതും കർത്താവും ദൈവവുമായിരിക്കുന്നവനാണ് മനുഷ്യനായി അവതരിച്ചതും പീഡകൾ സഹിച്ച് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ആ വിശ്വാസമാണ് തോമസ് ഏറ്റുപറയുന്നതും പ്രഘോഷിക്കുന്നതും. തോമസ് ചെയ്തതുപോലെ തന്നെ തങ്ങൾ അനുഭവിച്ച കർത്താവിനെ പ്രഘോഷിക്കുകയാണ് മറ്റ് സ്ലീഹന്മാരും ചെയ്തിരുന്നത്. യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിലൂടെ പങ്കുവെക്കുന്നത് ഈ സത്യമാണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും എന്ന് യോഹന്നാൻ സ്ലീഹ എഴുതുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്കും
വിശുദ്ധ ബൈബിളിന്റെ തന്നെ ആദ്യ വചനത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. എൻ ആർഹേ എന്ന ഗ്രീക്ക് പദത്തോടെയാണ് യോഹന്നാന്റെ സുവിശേഷവും ഉൽപ്പത്തി പുസ്തകവും ആരംഭിക്കുന്നത്. എൻ ആർഹേ എന്നതിന്റെ അർത്ഥം ആദിയിൽ എന്നാണ്. ആദിയിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ച വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം ആദ്യ വാക്യങ്ങളിൽ വിവരിക്കുന്നുമുണ്ട്. മാംസം ധരിച്ച് മനുഷ്യനായി ജീവിച്ച് പീഡാസഹന കുരിശുമരണ ഉത്ഥാന സംഭവങ്ങളിലൂടെ കടന്നുപോയ മിശിഹായെ കണ്ട തോമാസ് ശ്ലീഹ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്, ആ മിശിഹ കർത്താവും ദൈവവുമാണ്. ഇക്കാര്യമാണ് യോഹന്നാൻ ശ്ലീഹ സംക്ഷിപ്തമായി തന്റെ ലേഖനത്തിൽ വിവരിക്കുന്നതും. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ലേഖനത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ സമർത്ഥിക്കുന്നത് അപ്പസ്തോലന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന മിശിഹാനുഭവം സഭയെ രൂപപ്പെടുത്തുന്നു എന്നും അത് നിത്യജീവനിലേക്ക് നയിക്കുന്നു എന്നുമാണ്. 4 കാര്യങ്ങളാണ് പ്രധാനമായി ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത്: മിശിഹ അനുഭവം, അപ്പസ്തോലിക അനുഭവം, അപ്പസ്തോലിക സാക്ഷ്യം, ദൈവൈക്യം. പുതുഞായർ ആചരിക്കുമ്പോൾ മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് തോമാസ് ശ്ലീഹായിലൂടെ ലഭിച്ച ഈ 4 കാര്യങ്ങൾ ഇന്ന് പ്രത്യേകം അനുസ്മരിക്കുന്നു. കർത്താവും ദൈവവുമായി മിശിഹായെ ഏറ്റുപറയുവാനും തോമാസ് ശ്ലീഹായെ പോലെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാനും തോമാസ് ശ്ലീഹായിലൂടെ ലഭിച്ച ശ്ലൈഹിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കുവാനും അങ്ങനെ ദൈവൈക്യത്തിൽ ആയിരിക്കുവാനുമുള്ള സന്ദേശം യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നുമുള്ള വചനഭാഗം നൽകുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മിശിഹാനുഭവത്തിന്റെ അടിസ്ഥാന ശിലയിട്ട ദിവസമാണ് പുതുഞായർ എന്ന് പറയാം. അതിനാൽ തന്നെ ഏറ്റവും വലിയ തിരുനാൾ ദിനമാണ് ഇത്. ആ ചൈതന്യം നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ചതുകൊണ്ട് 15-ാം നൂറ്റാണ്ടിലെ ചരിത്ര വിവരണത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നത് ഏറ്റവും വലിയ തിരുനാളാണ് പുതുഞായർ തിരുനാൾ എന്ന്. ഈ തിരുനാൾ ദിനത്തിൽ തോമാസ് ശ്ലീഹായുടെ മക്കളായ നമ്മുടെ കടമ, നമ്മുടെ പിതാവ് കാണിച്ചു തന്ന വിശ്വാസ തീഷ്ണതയും അത് പ്രഘോഷിക്കുവാനുള്ള ധൈര്യവും ഏറ്റെടുക്കുക എന്നതാണ്. നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്ന തോമാസ് ശ്ലീഹ മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലേക്ക് മിശിഹാനുഭവം പങ്കുവെക്കുവാൻ എത്തിയതുപോലെ ഇനിയും മിശിഹായെ അറിഞ്ഞിട്ടില്ലാത്ത ഭാരത മക്കൾക്ക് മിശിഹായെ പകർന്നു കൊടുക്കുവാൻ വലിയ കടമ നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ പൂർവികർ കാത്തുപാലിച്ച ക്രൈസ്തവ ജീവിതമാർഗം ജീവിച്ചുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് കൈമാറുവാനും സാധിക്കണം. മാർത്തോമാ മാർഗത്തിലൂടെ മുന്തിരിച്ചെടിയായ മിശിഹായോട് ചേർന്ന് നിൽക്കുവാനും ദൈവൈക്യത്തിലായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിനായി മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.